ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്ന PYQs ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു നിങ്ങൾ എല്ലാവരും PSC പഠിച്ച് പ്രിലിംസ് ഒക്കെ പാസ്സായവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് എല്ലാം, അതായത് GK റിലേറ്റഡ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. പക്ഷെ പലർക്കും ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ വേണ്ടത്, നമുക്ക് സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം 6ഉം 7ഉം 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റേജിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. 13 മാർക്കാണ്. പക്ഷെ ഈ 13 മാർക്കിനുള്ള ഈ പോർഷൻസ് മാത്രം പഠിച്ചത് കൊണ്ട്, അതായത് ഇപ്പൊ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്താന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ കോത്താരി കമ്മീഷൻ എന്താന്ന് പഠിച്ചു, നമ്മുടെ NEP 2020 എന്താന്ന് പഠിച്ചു, അതുകൊണ്ട് മാത്രമായില്ല അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് മുൻപ് എങ്ങനെയാണ് ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അങ്ങനെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. സോ ആദ്യം യൂണിറ്റ് 1-ലുള്ളത് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. സോ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ആദ്യം വന്നൊരു കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. കാരണം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിന്റെ മേജർ റെക്കമെൻഡേഷൻസ് ഒക്കെ പഠിക്കണം. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ട്, അതിന്റെ റെക്കമെൻഡേഷൻസ് പഠിക്കണം. UGC ആക്ട് ഉണ്ട് 1956, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ 1953 ആൻഡ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അത് നമ്മൾ പറഞ്ഞു. ദെൻ അതിന്റെ മെയിൻ്റെനൻസും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ ദ കോത്താരി കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു പേരാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ മേജർ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ നാഷണൽ നോളജ് കമ്മീഷൻ 2005, 2006 ആൻഡ് 2009 ആൻഡ് ഇറ്റ്സ് മേജർ റെക്കമെൻഡേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 6 മാർക്കിന് വരുന്നത്. ആൻഡ് 7 മാർക്കിന് വരുന്നത് നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. അത് 1968 നാഷണൽ പോളിസീസ് പഠിക്കാനായിട്ടുണ്ട്. ദെൻ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദെൻ നോക്കിക്കേ, കോമൺ മിനിമം പ്രോഗ്രാം 2005. ദെൻ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 അല്ലെ, 1968 ഉണ്ട്, 1986 ഉണ്ട്. പിന്നെ അതിനുശേഷം വന്ന പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കണ്ടോ, റിപ്പോർട്ട് ഓഫ് 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. പിന്നെ അതിന്റെ മേജർ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും. ഇനി ഇതിൽ സിലബസിൽ ഇല്ലാത്ത നമുക്ക് റിവ്യൂ കമ്മിറ്റീസിനെ കുറിച്ചും പഠിക്കാനായിട്ടുണ്ട്. രാമമൂർത്തി കമ്മിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാനായിട്ടുണ്ട്. സിലബസിൽ ഇല്ല, പക്ഷെ അതും കൂടെ നമുക്ക് പഠിച്ചാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം ഈ ഒരു 1992 നമ്മുടെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിന് മുന്നേ തന്നെ നമ്മുടെ 1986ന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ആയോ, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് റിവ്യൂ കമ്മിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ തവണ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് among the following statements regarding assessment in the context of National Education Policy 2020 is correct? അല്ലെ, ഏതിനെ കുറിച്ചാണ് വന്നിരിക്കുന്നത്? നമ്മുടെ NEP 2020 ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ വിച്ച് among the following statements regarding assessment in the context of NEP 2020 is correct? ആക്ച്വലി നമുക്ക് NEP 2020 ഒരു PDF ഉണ്ട്. നമുക്കൊരു ഗൂഗിളിൽ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ NEP 2020 PDF നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് ഭയങ്കര വൈഡാ, അതായത് ഒരുപാട് പേജസ് ഉള്ള ഒരു PDF ആണ് ആ NEP 2020 എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓരോന്നും അത് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പൊ അതിനേക്കാളും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാ പഠിപ്പിക്കുന്നത് വെച്ചാൽ NEP 2020 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പല രീതിയിൽ നമുക്ക് NEP 2020 ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്പൊ നെറ്റിന്ന് ആയിക്കോട്ടെ, സെറ്റിന്ന് ആയിക്കോട്ടെ, ഇപ്പൊ കഴിഞ്ഞ ഏകലവ്യ എക്സാംസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എക്സാംസ് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ആ ഒരു PDF വായിച്ച് എല്ലാം പക്കയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഓപ്ഷൻസ് ഇതാണ്: എൻകറേജസ് ടീച്ചേഴ്സ് ടു പ്രിപ്പയർ ദ റിപ്പോർട്ട് കാർഡ് സ്പെസിഫിക് കമ്പാരിസൺ ഓഫ് സ്റ്റുഡൻസ് വിത്ത് അതേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു കോമൺ സെൻസും കൂടെ യൂസ് ചെയ്യണം. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് അതിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ഇപ്പൊ നമ്മുടെ സെറ്റിലെ ടീച്ചിങ് ആപ്റ്റ്യൂഡും അല്ലെങ്കിൽ നെറ്റിലാണെങ്കിൽ നമ്മുടെ പോളിസീസ് ഉള്ള ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ അതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് അവിടെ പോസിബിൾ ആണ്. നമ്മൾ ബാക്കിയുള്ളതിന്റെ കാര്യം എനിക്കറിയില്ല, ഇതിലിപ്പോ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ എലിമിനേഷൻ നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ എന്തൊക്കെ വരില്ല എന്ന് നമുക്ക് അറിഞ്ഞാലും മതി, അല്ലാതെ ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷെ ബാക്കി ഓപ്ഷൻസ് ഒന്നും വരില്ല എന്നറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ എൻകറേജ് ദ ടീച്ചേഴ്സ് ടു പ്രിപ്പയർ റിപ്പോർട്ട് കാർഡ് സ്പെസിഫൈങ് കമ്പാരിസൺ ഓഫ് സ്റ്റുഡൻസ് വിത്ത് അതേഴ്സ്. ഒരിക്കലും ഈ NEP 2020 സ്റ്റുഡൻസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡൊന്നും തയ്യാറാക്കാൻ പറഞ്ഞിട്ടില്ല. സോ അത് അവിടെ തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തത് പ്രപ്പോസസ് ദ ടെസ്റ്റിംഗ് ഓഫ് സ്റ്റുഡൻസ് ഒബ്ജക്ടിവിറ്റി ത്രൂ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ അങ്ങനെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നമ്മുടെ നെറ്റ് എക്സാം, സെറ്റ് എക്സാം, കേട്ടറ്റ് എക്സാം, അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഒരു ബൾക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു കോമൺ ഒബ്ജക്റ്റീവ്സിനായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലാസ് റൂമിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ക്ലാസ് റൂമിൽ കുട്ടികളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് അനുസരിച്ചിട്ടുള്ള ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഫോർമേറ്റീവ് അസസ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും തെറ്റാണ് എന്ന് മനസ്സിലായി. അടുത്തത് പ്രപ്പോസസ് ദ കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് യൂസിങ് എ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ഇൻക്ലൂഡിംഗ് പോർട്ട്ഫോളിയോസ് ആൻഡ് റൂബ്രിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി എൻകറേജസ് ദ യൂസ് ഓഫ് സമ്മേറ്റീവ് മെത്തേഡ്സ്. സമ്മേറ്റീവ് മെത്തേഡ് എന്താണെന്നറിയോ? സമ്മേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ, അതായത് എല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ചെയ്യുന്നൊരു മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ആനുവൽ എക്സാമിനേഷൻ. അതായത് ആ ഒരു ക്ലാസ്സിൽ മൊത്തം എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ആ ഒരു ആനുവൽ എക്സാമിനേഷൻ ഇടുന്നത്. അത് സമ്മേറ്റീവ് മെത്തേഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതും NEP 2020 അതിൽ പറയുന്നില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്രൊപ്പോസസ് ദ കോംപ്രിഹെൻസീവ് അസസ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. സോ കോംപ്രിഹെൻസീവ് അസസ്മെന്റ് മീൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് ആണ്. ഇത് ഹോളിസ്റ്റിക് ആണ്. അവിടെ കുട്ടികളുടെ ഇന്റലിജന്റ് പവർ, മറ്റേ കോഗ്നിറ്റീവ് എബിലിറ്റീസ് മാത്രമല്ല നോക്കുന്നത്, എല്ലാ എബിലിറ്റീസും നോക്കും. കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എല്ലാം നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് യൂസിങ് എ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ഇൻക്ലൂഡിംഗ് ദി പോർട്ട്ഫോളിയോസ് ആൻഡ് റൂബ്രിക്സ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഒരുപാട് പറയുന്നില്ല. നിങ്ങൾക്ക് അഥവാ ഇപ്പൊ NEP 2020 ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീഡിയോന് താഴെ തന്നെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട്, മീൻസ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ NEP 2020 കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം പറയാനായിട്ട് ഒരുപാടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം, NEP 2020 is a policy which was raised by the Ministry of Education, which was directed to offer the editing and changing of all aspects of the education system, including its code and governance. And അതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആൻഡ് കൊളാബറേഷൻ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഇപ്പൊ നമ്മൾ കണ്ടതാണ് അല്ലെ. കോംപ്രിഹെൻസീവ് അസസ്മെന്റ് പറഞ്ഞില്ലേ. ഇനി ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി, FLN എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് പലപ്പോഴായിട്ട് നിങ്ങൾ ആ PDF ഒക്കെ വായിക്കുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതിന് ജസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നേ ഉള്ളൂ. ആ ഒരു PDF നിങ്ങൾ വായിക്കുവാണെങ്കിൽ അതിൽ ഫ്രീക്വന്റ്ലി കണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും FLN അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്ന് പറയുന്നത്. ഇനി അതെന്താണ് ഫൗണ്ടേഷൻ ലിറ്ററസി? അതായത് എല്ലാവരും ആരും ഇലിറ്ററേറ്റ് ആയിട്ട് ഇരിക്കരുത്, എല്ലാവരും ലിറ്ററേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഫ്ലെക്സിബിലിറ്റി ഇൻ കോഴ്സ് സെലക്ഷൻ, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ CBC അതൊക്കെ വന്നിട്ടുണ്ട്. അതായത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, CBCS, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. അതായത് കുട്ടികൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എലക്റ്റീവ് പേപ്പർ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു എലക്റ്റീവ് പേപ്പർ അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവർ ഇവിടെ നിന്ന് മാറി വേറെ കോളേജിൽ പോയാൽ പോലും ഇതിന്റെ ക്രെഡിറ്റ് സ്കോർ അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതും പഠിക്കാനായിട്ടുണ്ട്. CBCS ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. ഫോക്കസ് ഓൺ കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ്, റോട്ട് മെമ്മറൈസേഷൻ എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നില്ല, മനപ്പാഠം എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നില്ല. കംപ്ലീറ്റ്ലി എന്താണ്, കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്, കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളൊരു സംഭവം. ദെൻ അടുത്തത് എന്തായിരുന്നു, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ, ടെക്നോളജിയും കൂടെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ AI കാലമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷനും കൂടെ അതിൽ പറയുന്നുണ്ട്.
ഇനി മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അതിന്റെ സ്ട്രക്ചറിലെ വ്യത്യാസം വന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കോത്താരി കമ്മീഷൻ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ആ കോത്താരി കമ്മീഷനിൽ 10+2+3 എന്നുള്ള ഒരു പാറ്റേൺ ആയിരുന്നു അല്ലെ, 10+2+3 ആയിരുന്നു. പക്ഷെ NEP 2020 അതിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റിയിട്ട് 5+3+3+4 എന്നുള്ളതാക്കി മാറ്റി. സോ 5+3+3+4. 5 എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്, അടുത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്, ദെൻ മിഡിൽ സ്റ്റേജ് ആണ്, ദെൻ സെക്കൻഡറി സ്റ്റേജ് ആണ്. അതായത് 5 years ഓഫ് ഫൗണ്ടേഷണൽ സ്റ്റേജ്, 3 years ഓഫ് പ്രിപ്പറേറ്ററി സ്റ്റേജ്, 3 years ഓഫ് മിഡിൽ സ്റ്റേജ് ആൻഡ് 4 years ഓഫ് സെക്കൻഡറി സ്റ്റേജ്. അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 3 to 8 വയസ്സ് വരെ അല്ലെ, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുമ്പോൾ 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. മിഡിൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 11 മുതൽ 14 വയസ്സ് വരെയാണ്. ആൻഡ് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് 14 to 18 വയസ്സ് വരെയാണ്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം, ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്നും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാം, അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഇനി the goal is to achieve a 100% gross enrollment ratio in preschool through secondary school by 2035. 2035 ആവുമ്പോഴേക്കും 100% gross enrollment ratio വേണം elementary സ്കൂളിൽ എന്ന് പറയുന്നുണ്ട്. The mother tongue will be used as the medium of instruction until the 5th grade. മദർ ടങ്കിൽ തന്നെ ആയിരിക്കണം പഠിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എക്സ്പാൻഷൻ ഓഫ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയാസ്. കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഗേൾസിനായിട്ട് ഒരു റെസിഡൻഷ്യൽ സ്കൂൾ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ അത് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷണൽ പോളിസി ഓർ ആക്ട് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഫോർ ടീച്ചിങ് ആൻഡ് മോണിറ്ററിംഗ് ഈസ് ഇൻവോൾവ്? ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ്. സൈൻ ലാംഗ്വേജ് അറിയാലോ, ആംഗ്യ ഭാഷയാണ് അല്ലെ. അപ്പൊ അത് ഏതിലാണെന്നുള്ളതാണ്. NPE 1986 ആണോ, RPW 2016 ആണോ, NEP 2020 ആണോ, PW 1995 ആണോ? അപ്പൊ ഇവിടെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ PWD ആക്ട് ആയിരിക്കാം, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അല്ലെ 1995, അതായിരിക്കാം. അല്ലെങ്കിൽ RPWD ആക്ട് 2016 ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് NEP 2020 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇങ്ങനെ ഇതൊക്കെ PYQ ആണ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്ട്രെസ്സിംഗ് അപ്പോൺ വുമൻസ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റഡ് ദാറ്റ് women's and men's education should have many elements in common but should not be in general identical in all respects as is usually the case today? എന്താണ് ക്വസ്റ്റ്യൻ അല്ലെ, എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് ഇവിടെ പറഞ്ഞത്? വുമൻസ് ആൻഡ് മെൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ഹാവ് മെനി എലമെന്റ്സ് ഇൻ കോമൺ ബട്ട് ഷുഡ് നോട്ട് ബി ഇൻ ജനറൽ ഐഡന്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ് ആസ് ഇസ് യൂഷ്വലി ദ കേസ് ടുഡേ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ആനന്ദകൃഷ്ണൻ കമ്മീഷൻ ആണോ, രാധാകൃഷ്ണൻ കമ്മീഷൻ ആണോ, മുതല്യാർ കമ്മീഷൻ ആണോ, കോത്താരി കമ്മീഷൻ ആണോ? അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്, കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ കണ്ട ഇതൊക്കെ നിങ്ങളിപ്പോ ഈ ഓരോ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പഠിക്കണമെന്നില്ല. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ കോത്താരി കമ്മീഷനിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ ചെയർമാനും കാര്യങ്ങളൊക്കെ പഠിക്കും, മേജർ റെക്കമെൻഡേഷൻസ് പഠിക്കും. പക്ഷെ അതിൽ എത്രയെന്ന് വെച്ചിട്ട് റെക്കമെൻഡേഷൻസ് പഠിക്കുക? നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ PDF ആയിട്ടും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെയാണ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് among the following got least importance in the recommendations of Secondary Education Commission 1952? അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952. ഇതും ഞാൻ പറയാം. ഇപ്പൊ ഇതില് നിങ്ങളിപ്പോ പഠിക്കുന്ന കാര്യം മേജർ റെക്കമെൻഡേഷൻസ് ആയിരിക്കും. പക്ഷെ അവിടെ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ റെക്കമെൻഡേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. അധികം പ്രാധാന്യം കൊടുക്കാത്തത്. അത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ല. അത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ വുമൺ എഡ്യൂക്കേഷൻ ആണോ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണോ, അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ ആണോ, ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണോ? അപ്പൊ ഇവിടെ അധികം പ്രാധാന്യം കൊടുക്കാത്തത് ഏതിനാണ് അറിയോ? വുമൺ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, വുമൺ എഡ്യൂക്കേഷൻ ആണ് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. സോ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which among the following is not a recommendation of കോത്താരി കമ്മീഷൻ 1964 to 66? അതായത് കോത്താരി കമ്മീഷനിൽ എന്താ പറഞ്ഞ റെക്കമെൻഡേഷൻ അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ അല്ലെ. നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് കോത്താരി കമ്മീഷൻ 1964 to 66. So common school system to ensure the equalization of education opportunities for all children.
ഒരു കോമൺ സ്കൂൾ സിസ്റ്റം എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നത് നമ്മുടെ കോത്താരി കമ്മീഷനാണ്. 10+2+3 ഇത് നമ്മുടെ ഇതിന് തൊട്ട് മുൻപിലുള്ള 68 അതായത് 64 to 66 ആണല്ലോ അത് പറയുന്നത്. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് 10+2+3. അപ്പൊ അതെന്തായാലും അതിന്റെ റെക്കമെൻഡേഷൻ ആണ്. അടുത്തത് 6% ഓഫ് ദ നാഷണൽ GDP ടു ദ ഇൻവെസ്റ്റഡ് ഇൻ എഡ്യൂക്കേഷൻ, അതും അതിന്റെ റെക്കമെൻഡേഷൻ ആണ്. 10+2+3 സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഞാൻ ഇവിടെ പറഞ്ഞതാണ് അല്ലെ, അതും അതിന്റെ റെക്കമെൻഡേഷൻ ആണ്. റെക്കമെൻഡേഷൻ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. അപ്പൊ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണുള്ളത്. അത് ഏതിന്റെ റെക്കമെൻഡേഷൻ അല്ല, കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ റെക്കമെൻഡേഷൻ ആണ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്മീഷൻ റെക്കഗ്നൈസ് ദ സ്ട്രെങ്തനിങ് ഓഫ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ ആസ് വൺ ഓഫ് ദ മെയിൻ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ? എന്താണ്? വിച്ച് കമ്മീഷൻ റെക്കഗ്നൈസ് ദ സ്ട്രെങ്തനിങ് ഓഫ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ ആസ് വൺ ഓഫ് ദി മെയിൻ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആണോ? എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1964 to 66 ആണോ? റിവൈസ്ഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1992 ആണോ? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 to 53 ആണോ? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം നിങ്ങൾക്ക്, കാരണം നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1964 to 66. അപ്പൊ ഈ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ മറ്റൊരു പേരാണ് കോത്താരി കമ്മീഷൻ. അത് സിലബസിൽ തന്നെ മെൻഷൻഡ് ആണ്, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓർ കോത്താരി കമ്മീഷൻ എന്നാ പറയുന്നത് അല്ലെ. കാരണം കോത്താരി കമ്മീഷനിൽ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ, ഇപ്പൊ നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഹയർ എഡ്യൂക്കേഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ലെവൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓർ കോത്താരി കമ്മീഷൻ 1964 to 66. അപ്പൊ ഇതിന്റെ ഇയർ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഓരോന്നിന്റെയും ഇയർ നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് കോത്താരി കമ്മീഷൻ 1964 to 66 ആണ്. പിന്നെ രാധാകൃഷ്ണൻ കമ്മീഷൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് അപ്പൊ തന്നെ വന്നതാണ്. സോ 48 to 49, അതായത് 47 ഇൻഡിപെൻഡന്റ് ആയി. സോ 48 to 49 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 to 53 ആണ്. പിന്നെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 ഉണ്ട്, 86 ഉണ്ട്. അതിനുശേഷം പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ഉണ്ട്. പിന്നെ നമ്മുടെ റീസെന്റ് വന്ന NEP 2020 ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. So Education Commission of India 1964 to 66 appointed under the chairmanship of Dr. D.S. Kothari. This commission explicitly identified achieving social and national integration as one of the 4 main national objectives of education in its report titled Education and National Development. അപ്പൊ ആ റിപ്പോർട്ടിന്റെ പേരെന്താ? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് ആണ്. ആ റിപ്പോർട്ടിന്റെ പേരെന്താ? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് ആണ്. To achieve this goal, the commission recommended reforms like implementing a common school system. എന്തൊക്കെയാ നോക്കിക്കേ recommendations? Implementing a common school system, organizing obligatory social and national service, and adopting the 3-language formula to bridge regional divides. So 3-language formula ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ തന്നെ റെക്കമെൻഡേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ കാര്യം ആ സിലബസ് കാണാപ്പാടെ നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, പ്രോപ്പർ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. സോ അതിനായിട്ട് നമ്മുടെ CCയിൽ ഇപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മാസം തന്നെ എന്തായാലും നമുക്ക് ഡേറ്റ് വരും എന്ന് പ്രതീക്ഷിക്കാം. ഈ മാസം തന്നെ ലാസ്റ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അതായത് ഈ ടോപ്പിക്സിന്റെ എല്ലാം റെക്കോർഡ് ക്ലാസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ട്, ആ റെക്കോർഡ് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വരുന്നത് ലൈവ് സെഷൻസ് ആണ്. സോ ആ ഒരു ലൈവ് സെഷൻസിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് കാണുന്നു, സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിന്റെ തന്നെ ലൈവ് സെഷൻസിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും, പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാവും. എല്ലാം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മാത്രം മതി ഇത്തവണത്തെ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് 8590 202323 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഏതാണ്?
8590202323 എന്നുള്ളൊരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.